മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ജൻസികളോട് നമ്മുടെ മാധ്യമ പ്രവർത്തകര് എന്തുകൊണ്ടാണ് കോക്രോച്ച് ജനതാ പാർട്ടിയിൽ അംഗത്വം എടുക്കുന്നത്, ഫോളോ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഒരു ജൻസി കൊടുത്ത മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഫോളോ ചെയ്തിട്ടുണ്ട്. ലക്ഷദ്വീപ് കോക്രോച്ച്, ഞാൻ ദ്വീപുകാരനാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ലക്ഷദ്വീപിലൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്, അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഫോളോ ലക്ഷദ്വീപിൽ ഒരു കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അറിഞ്ഞു വരുന്നേ ഉള്ളൂ, ഈ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ അറിയില്ല. നിങ്ങൾ കേട്ടില്ലേ എന്താണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആശയം, എന്താണ് ലക്ഷ്യം? ഇതൊന്നും ഈ പറയുന്ന നമ്മുടെ കേരളത്തിൽ ഏഷ്യാനെറ്റ് മുതൽ നിരവധി മാധ്യമ പ്രവർത്തകര് ഈ ജൻസികളോട് കോക്രോച്ച് ജനതാ പാർട്ടിയെ ഫോളോ ചെയ്യുന്നവരുടെ ആശയം ചോദിച്ചാൽ അവർക്ക് ആശയം അറിയില്ല. അവർക്കൊക്കെ അറിയുന്ന ഒരു കാര്യമുണ്ട്, BJPക്ക് എതിരെയാണ് CJP എന്നുള്ളത്. അതുകൊണ്ട് അവരൊക്കെ CJPയിൽ ചേർന്നു. ലക്ഷദ്വീപിലുള്ള ഒരു ജൻസിയാണ് ഇത്തരത്തിലുള്ള മറുപടി കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ വലിയ ആനുകൂല്യങ്ങൾ, നമ്മളെക്കാൾ അധികം ആനുകൂല്യങ്ങൾ ലക്ഷദ്വീപിലെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ അവർ രാജ്യത്തെ ഭരണകൂടത്തിനെതിരെ നിൽക്കുന്ന CJPയൊക്കെ അനുകൂലിക്കുന്നതിൽ അതൊക്കെ ഒരു അപകടം തന്നെയാണ് എന്നുള്ളത് മറ്റൊരു, കാരണം ആശയം പോലും എന്താണെന്ന് അറിയില്ല. ഭരണകൂടത്തെ എതിർക്കുന്നു, ഒപ്പം കൂടുന്നു, അതൊരു അപകടം തന്നെയാണ്. ഇനി ഇതേ വിഷയത്തില് വലിയ രീതിയിൽ മുസ്ലിം ഇരവാദം ഉന്നയിച്ചുകൊണ്ട് ലീഗ് വനിതാ നേതാവ് രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ചാനൽ ചർച്ചയുടെ ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇവിടെ കൊടുക്കാൻ, നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. കേരളത്തിലടക്കം NRC പോലെയുള്ള ഒരു വലിയ പ്രോസസ്സിന് ശേഷം 9 മുതൽ 20 ലക്ഷം ആളുകൾക്ക് വരെ വോട്ട് ചെയ്യാൻ സാധിക്കാതെ വന്ന ഒരു കാലഘട്ടത്തെയാണ് അവരിപ്പോൾ അതിജീവിക്കുന്നത്. അവർ മുന്നിൽ കാണുന്ന ആ കാലഘട്ടത്തെയാണ്. NRC ലിസ്റ്റ് വരുമ്പോൾ, പുതിയൊരു പൗരത്വ പട്ടിക വരുമ്പോൾ, പൗരത്വം പുതുക്കുമ്പോൾ, പൗരത്വം ഉണ്ടായിട്ടും ഇവിടെ ജനിച്ചിട്ടും അടയാളങ്ങൾ ഉണ്ടായിട്ടും പുറത്താക്കാൻ വിധിക്കപ്പെട്ട കുറേയധികം മനുഷ്യന്മാരെയാണ് ഈ ജനത കാണുന്നത്, ഈ യുവത കാണുന്നത്. മുസ്ലിമാണോ എന്ന് ചോദിച്ച് അവരുടെ വീടുകളിലേക്ക് ബുൾഡോസർ വരുന്ന ഒരു കാലത്തെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാൻ ശ്രമിക്കുമ്പം, ഗൗരി ലങ്കേഷ് മുതൽക്ക് അങ്ങോട്ടുള്ള ഉദാഹരണങ്ങൾ എടുക്കാം, ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധിക്കാൻ ശ്രമിക്കുമ്പം അവർക്കെതിരെ UAPA ഉണ്ടാവുകയും അവരെ കൊല്ലുകയും ചെയ്യുന്ന ഒരു നാടിനെയാണ് ഈ കുട്ടികൾ വിറ്റ്നസ് ചെയ്യുന്നത്. ആ നാട്ടിൽ അവർ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം വേണം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ഇവിടെ മീഡിയയാണോ ഗോഡിയാണോ പ്രവർത്തിക്കുന്നത് എന്ന ചോദ്യത്തിന് മീഡിയ അല്ല, മോഡിയയാണ്, ഗോദി മീഡിയ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാലത്താണ്. പ്രൊപ്പഗണ്ട മീഡിയ ആണ് ഈ നാടിന്റെ മെയിൻ സ്ട്രീം മീഡിയ ആയിക്കൊണ്ട് അതിജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാലത്ത് മീഡിയ ഒരു പിന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന ഒരു കൂട്ടം ആളുകളെ അരാജകവാദികളും ഫാഷിസ്റ്റുകളുമാക്കാൻ നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? പാർട്ടി വിടുന്നവർക്ക് 20 വർഷം ബാൻ വേണമെന്ന് പറയുന്നതിൽ നമുക്ക് ലോജിക്കലി അതിനകത്ത് നിയമപരമായി നമുക്ക് അതിനകത്ത് പ്രശ്നം തോന്നിയേക്കാം. ശരിയാണ്, ഈ നാട്ടിൽ നിയമമുണ്ടല്ലോ എന്ന് വളരെ വളരെ ലോജിക്കലി നമുക്ക് മറുപടി പറയാം. പക്ഷെ അവരത് പറയുന്നതിനുള്ള കാരണം എന്താണ്? ഇപ്പം ആം ആദ്മി പാർട്ടി പോലെയുള്ള ഒരു പാർട്ടിയുടെ വളരെ സെക്യുലർ ആണെന്ന് പറയുന്ന ഒരു പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുകയും ആ പാർട്ടി മൊത്തം എടുത്ത് തൂക്കിയിട്ട് ഒരു രാഘവ് ചന്ദയും കൂട്ടരും പാർട്ടി വിടുകയും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ഞാൻ ഇപ്പോഴാണ് റൈറ്റ് പ്ലേസിലെത്തിയത്, ഐ എം ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് പ്ലേസ് എന്ന് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന ഒരു വർഗീയ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം കൂടാൻ ഒരു മടിയും കാണിക്കാത്ത രാഷ്ട്രീയക്കാരുണ്ടാവുമ്പോൾ അവരത് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. നിങ്ങൾ കേട്ടില്ലേ, 3 വിഷയങ്ങളാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. ഒന്ന്, മുസ്ലിം ഇരവാദം. എന്തിന്റെ ആവശ്യം? ഈ കോക്രോച്ച് ജനതാ പാർട്ടി എവിടെയെങ്കിലും ഇത്തരത്തിലൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ട്? പക്ഷേ കോക്രോച്ച് ജനതാ പാർട്ടി മുസ്ലിം വിഷയം എന്ന രീതിയിലൊക്കെ, എന്നിട്ട് പൗരത്വം, NRCയും എന്നെ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. ഈ പൗരത്വമൊക്കെ രാജ്യത്ത് നടപ്പിലാക്കി. ഇപ്പൊ ഞാനോ നിങ്ങളോ ഈ കാണുന്ന എല്ലാ ആളുകളോടാ ചോദിക്കുന്നത്, നമ്മളിൽപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും ഒരു മുസൽമാനെ, നമ്മളിൽപ്പെട്ട, നമ്മൾ ഹിന്ദു ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, എല്ലാ മതങ്ങളും എടുത്തു നോക്കുക, എന്നിട്ട് അവരൊക്കെ തമ്മിൽ വലിയ സൗഹാർദ്ദം, എല്ലാ മതങ്ങളും തമ്മിൽ, എന്നിട്ട് ഇതിൽ ഉള്ള ഏതെങ്കിലും ഒരു മുസൽമാനെ എടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ടോ? നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് കാണുകയില്ല. ഈ രാജ്യത്ത് ജനിച്ച് ജീവിച്ച ഓരോ മുസൽമാനും എങ്ങോട്ടും പോകണ്ട. പക്ഷെ ലീഗ് പ്രതിനിധിയൊക്കെ ഈ പേടിപ്പിച്ച് സകല മുസ്ലിം വോട്ടും കിട്ടാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇത്തരം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിഷയം ചർച്ച ചെയ്യുമ്പോ വലിയ ഇരവാദ. ഇവിടെ ഏത് മുസ്ലിങ്ങളാണ് ഇവിടെ പുറത്തു പോയിട്ടുള്ളത്? ഏതെങ്കിലും പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കാൻ ഈ രാജ്യത്തേക്ക് എത്തിയവരെ പിന്നെ പറഞ്ഞയക്കണ്ടേ? അത് മതം നോക്കിയിട്ട് ഇവിടെ ഇരുത്തണോ? അതൊന്നും നടക്കൂല. സകല ആളുകളും തിരിച്ചറിയും. മുസ്ലിം ലീഗ് ജനപ്രതിനിധിയൊക്കെ പച്ചക്ക് അറിയാതെയായി വിളിച്ചു പറയുന്നത് എന്ത് വിഷയം ഉണ്ടെങ്കിലും ബുൾഡോസർ എവിടെയാണ് ഒരു തെറ്റും ചെയ്യാത്ത
ഒരു മുസൽമാന്റെയോ ഒരാളെയും ഇവിടെ ഒരു ഉപദ്രവമില്ല, ഒരാൾക്കൊരു ഉപദ്രവമില്ല. ഇത് എന്ത് തെണ്ടിത്തരം ചെയ്താലും പേര് മുസ്ലിമാണോ എന്ന് നോക്കി ന്യായീകരിക്കാൻ ഇറങ്ങുന്ന ഇവരൊക്കെ അപകടകാരികൾ തന്നെയാ, ഒരു തർക്കമില്ലാത്ത വിഷയ. ഇനി അവര് പറഞ്ഞല്ലോ ഫാസിസ്റ്റ് എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? ഇത് ഗോധി മീഡിയ അങ്ങനെ എടുത്തു പറയുന്നത്, ഗോധി മീഡിയ ഇത്. അപ്പൊ തിരിച്ച് ലളിതം ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നാലാമത്തെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് അംബാനിയുടെയും അദാനിയുടെയും ഉടമസ്ഥതയിലുള്ള എല്ലാ മാധ്യമ സ്ഥാപനങ്ങളുടെയും ലൈസൻസുകൾ റദ്ദാക്കി യഥാർത്ഥ സ്വതന്ത്ര മാധ്യമങ്ങൾക്ക് വഴി ഒരുക്കും. ഇതാണ്. അതായത് അംബാനിയുടെയും അദാനിയുടെയും സകല മാധ്യമങ്ങളും അടച്ചുപൂട്ടും. ഇതിൽ ലൈസൻസ് ഇല്ലാത്തതല്ല ചോദിക്കുന്നത്, ഇതിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നതെന്നല്ല പറയുന്നത്. അദാനിയുടെയും അംബാനിയുടെയും സകല മാധ്യമങ്ങളും അടച്ചുപൂട്ടും. അതെങ്ങനെയാ? അതല്ലേ ഫാസിസ്റ്റ്? അതല്ലേ ഫാസിസം എന്ന് പറയുന്നത്? ഇതവർ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് അന്വേഷിക്കണം എന്നല്ല കോക്രോച്ച് ജനതാ പാർട്ടി പറയുന്നത്. എന്നിട്ട് ഇതിനെ മുസ്ലിം ലീഗ് വനിതാ നേതാവ് രംഗത്തെത്തിയിട്ട് പറയുന്നു ഗോധി മീഡിയ അത് അടച്ചുപൂട്ടണം. അവിടെ സ്വാഗതം വളരെ ലളിതാണ്. സകല മൂരി മീഡിയാസിനെയും എടുത്തങ്ങ് അടച്ചുപൂട്ടിയാൽ സകല മൂരി മീഡിയകളുണ്ടല്ലോ, ഈ മുസ്ലിം ലീഗിനെയും അനുകൂലിച്ച് നടക്കുന്ന സകല മൂരി മീഡിയാസിനെയും അടച്ചുപൂട്ടണം എന്ന് പറയുന്നത് ശരിയാണോ? ഒരിക്കലും ശരിയല്ല. അവർ എന്തെങ്കിലും തെറ്റ് ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ മാത്രം പൂട്ടണം. അല്ലാതെ സകല എനിക്ക് മൂരി മീഡിയാസിന് താല്പര്യമില്ല, പക്ഷെ എനിക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാനതൊക്കെ അടച്ചുപൂട്ടണം എന്ന് പറയുന്നതല്ലേ ഫാസിസ്റ്റ് എന്ന് പറയുന്നത്, ഫാസിസം എന്ന് പറയുന്നത്? ഇത് സകല ആളുകൾ തിരിച്ചറിയും. ഈ ലീഗൊക്കെ വലിയ രീതിയിൽ പടർന്നു വന്നിരിച്ചാൽ ഈ പറയുന്ന വനിതാ ലീഗ് നേതാവൊക്കെ ചെയ്യുന്നത് പോലെ രാജ്യത്തെ സകലതും പൊട്ടിക്കും. അതുകൊണ്ടാണ് ഇവരൊക്കെ വളർന്നാൽ നമ്മുടെ രാജ്യത്തിന് അപകടമെന്ന് നമ്മളൊക്കെ നിരന്തരം വിളിച്ചു പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഇവരുടെ അഞ്ചാമത്തെ, അതായത് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ അഞ്ചാമത്തെ ആവശ്യമാണ് ഈ വനിതാ ലീഗ് നേതാവ് എടുത്തു വരുന്നത്. ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൂറുമാറിയ ഏതൊരു MLA-യോ MP-യോ 20 വർഷത്തേക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഏതെങ്കിലും പൊതുപദവി വഹിക്കുന്നതിൽ നിന്നും വിലക്കും. അതായത് ഈ പറയുന്ന പാർട്ടി മാറുന്നതിനെ പൂർണ്ണമായിട്ട് എതിർക്കുമെന്നാണ്. ഇത് പറയാൻ ലീഗ് നേതാവിന് എന്തെങ്കിലും അർഹതയുണ്ടോ? ഈ തമിഴ്നാട് ഇലക്ഷനിൽ DMK-ക്കൊപ്പം നിന്ന് മത്സരിച്ച് DMK-യുടെ വോട്ട് വാങ്ങി ഉളുപ്പില്ലാതെ വിജയിച്ചിട്ട് ഇന്ന് മുസ്ലിം ലീഗിന്റെ MLA-മാർ നിൽക്കുന്നത് വിജയ്ക്കൊപ്പം, എതിരാളിയുടെ ഒപ്പം പോയിട്ട് മന്ത്രിസ്ഥാനം പോലും ഉളുപ്പില്ലാതെ വഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയുടെ നേതാവാണ് ഇവിടെ പറയുന്നത് പാർട്ടി മാറുന്നത് ശരിയല്ല. ഒരു മുന്നണി മാറിയിട്ട് ദിവസങ്ങളായിട്ടേ ഉള്ളൂ ഇതേ ലീഗ് പാർട്ടി. ഇനി കോൺഗ്രസിലേക്ക് AAP-യിൽ നിന്ന് MP-മാർ MLA-മാർ വരുമ്പോ സ്വീകരിക്കില്ലേ? കോൺഗ്രസിലേക്ക് ഏത് പാർട്ടിയിൽ നിന്ന് വരുമ്പോൾ സ്വീകരിക്കാറില്ലേ? സന്ദീപ് വാര്യരെ തോളിലേറ്റി നടത്തുന്നതും ഈ പറയുന്ന ലീഗ് നേതാവ് തങ്ങളാണല്ലോ തോളിലേറ്റി സന്ദീപ് വാര്യരെ കൊണ്ടു നടക്കുന്നത്. BJP-യിൽ നിന്ന് വന്നിട്ടുള്ള വർഗീയ പാർട്ടിയായിട്ടുള്ള ലീഗിലേക്കൊക്കെ ആള് വരുന്നതിൽ അപ്പുറം ഈ വർഗീയ മതപാർട്ടിയായിട്ടുള്ള ലീഗിലേക്ക് ആള് പോകുന്നില്ലേ? എങ്ങനെയായി ഭാരതീയ ജനതാ പാർട്ടിയെ ഇവർ വർഗീയ പാർട്ടി എന്ന് പറയുന്നത്? ഭാരതീയ ജനതാ പാർട്ടിയിൽ എവിടെയെങ്കിലും മതത്തിന്റെ പേരുണ്ടോ? എവിടെയെങ്കിലും ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ ഇന്ന മതത്തിന് വേണ്ടി പോരാട്ടം നയിക്കുന്നു? പക്ഷെ ലീഗിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മന്ത്രി KM ഷാജിയെ ഈ സമുദായത്തിന് വേണ്ടി പോരാട്ടം നയിക്കുമെന്ന് നിരവധി പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ആരാണ് യഥാർത്ഥ വർഗീയവാദികൾ? മുസ്ലിം ലീഗ്. എന്നിട്ട് അവര് പറയാ വർഗീയ പാർട്ടിയിലേക്ക് ആളുകൾ പോകുന്നു എന്ന്. സ്വന്തം പാർട്ടി വർഗീയ പാർട്ടിയാണ് എന്നുള്ളത് ബോധമുള്ള എല്ലാ ആളുകൾക്കും തിരിച്ചറിഞ്ഞു. പക്ഷെ അതിലുള്ള ആളുകൾക്ക് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചു. ഈ ലീഗ് കോൺഗ്രസ് രാജ്യത്തെ സകല പ്രതിപക്ഷ പാർട്ടികളോടും കൃത്യമായിട്ടൊരു കാര്യം അങ്ങ് മുന്നോട്ട് വെച്ചു തരാം. ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഇവിടെ എത്ര വളരുന്നോ അതിന്റെ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾക്കാ. BJP-ക്കെതിരെയുള്ള ആളുകളാണ് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയിൽ അംഗത്തെടുക്കുന്നത്, അതിനെ ഫോളോ ചെയ്യുന്നത്. ഈ പറയുന്ന പ്രതിപക്ഷ കോൺഗ്രസ് ആയിട്ട് മുസ്ലിം ലീഗ് ആയിട്ട് CPM ആയിട്ട് മമതയായിട്ട് SP ആയിട്ട് അഖിലേഷ് യാദവ് ആയിട്ട് ഇതിങ്ങനെ മുറിഞ്ഞ് ഇങ്ങനെ പോകുമ്പോ സ്വാഭാവികമായിട്ടോ ഇത് പ്രതിപക്ഷത്തിന് അടുത്തൊരു മുറിയലാണ് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി. സകല ആളുകളും ഈ പ്രതിപക്ഷത്തെ പല പാർട്ടികളിൽ നിന്ന് ആളുകൾ പോയിട്ട് മറ്റൊരു കോണായിട്ട് നിൽക്കും. ഇതൊക്കെ പ്രതിപക്ഷ പാർട്ടികൾക്ക് തന്നെയല്ലേ ബുദ്ധിമുട്ട്? BJP-യോട് എതിർപ്പുള്ള ആളുകൾ മാത്രമാണ് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയെ ഫോളോ ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ സകലരും തിരിച്ച പ്രതിപക്ഷം തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിയെ മുറിക്കാനുള്ള പണികൾ തുടങ്ങി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് എന്ത് പണി കിട്ടിയാലും കോക്രോച്ച് ജനതാ പാർട്ടിക്കാർ തിരിച്ചറിഞ്ഞോളൂ, ഇത് ഭരണപക്ഷത്തിന് ഒരു തരത്തിലും ഒരു രീതിയിലും പ്രശ്നമുണ്ടാവാൻ പോകുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരല്ല കോക്രോച്ച് ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്നത്. അത് കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെയും CPM-ലെയും ഈ പറയുന്ന SP-യിലെയും ഈ പറയുന്ന ഇത്തരം പാർട്ടികളിലുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഇത്തരം പാർട്ടികളിലേക്ക് വരേണ്ട ആളുകളാണ് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയായിട്ട് മാറുന്നത് എന്നുള്ളതും ഈ മൊണ്ണ പ്രതിപക്ഷത്തുള്ള ആളുകളൊക്കെ ഇനി എന്താണ് മനസ്സിലാക്കുക.